ബംഗ്ലാദേശിൽ വീണ്ടും ഭരണ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. അവിടെ അർദ്ധസൈനികർ തന്നെ സെക്രട്ടേറിയറ്റ് വളയുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അങ്ങനെ വീണ്ടും ഒരു വലിയ പ്രക്ഷോഭമാണോ ഈ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നത്? ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. എന്തും സംഭവിക്കാം. ഒരു ഭരണ അട്ടിമറി തന്നെ അവിടെ നടക്കാം. കാരണം സർക്കാർ ജീവനക്കാർ സമ്പൂർണ്ണമായിട്ടും ഇപ്പോഴത്തെ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഈ സർക്കാർ ജീവനക്കാരുടെ പ്രക്ഷോഭം ദിവസങ്ങളായിട്ട് ബംഗ്ലാദേശ് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നടക്കുകയാണ്. ശരിക്കും ഈ സെക്രട്ടേറിയറ്റിന് ഒരു ഉപരോധം തീർത്തിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർ. കടുത്ത പ്രക്ഷോഭമാണ് നടക്കുന്നത്. ഒരു വിധത്തിലും ഒരു അനുരഞ്ജനത്തിനും അവർ തയ്യാറാകുന്നില്ല. അവരുമായിട്ട് മുഹമ്മദ് യൂനസിന് ഒരു കാര്യവും ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം ചില നിയമ ഭേദഗതികൾ കൊണ്ടുവരാൻ യൂനസ് ഭരണകൂടം ശ്രമിച്ചു. അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളാണ് ഈ പ്രക്ഷോഭത്തിലേക്ക് എത്തി നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, ഒരു കോടതി വിധിയെ തുടർന്ന് അവിടെ വലിയ തോതിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം, സംവരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചതാണ് ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം നിലംപൊത്താൻ കാര്യം. അത് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് അനുകൂലമായൊരു നിലപാട് പട്ടാളം സ്വീകരിച്ചു. അതോടുകൂടി ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാനായില്ല. ഇതാണ് സംഭവിച്ചത്. ഒരു വലിയ രാജ്യാന്തര ഗൂഢാലോചന, ഒരു ഇൻ്റർനാഷണൽ കോൺസ്പിറസി അതിൻ്റെ പുറകിലുണ്ട് എന്ന് നമുക്ക് ഇന്നെല്ലാവർക്കും അറിയാം. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടലും ഒക്കെ എല്ലാവർക്കും അറിയാം. ഇവിടെ ഇപ്പോൾ യൂനസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെയോ മറ്റോ കോൺസ്പിറസി ആണോ ഇത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ യൂനസിനെ സംബന്ധിച്ച് കടുത്ത വെല്ലുവിളി ഉയർന്നിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാർ സമ്പൂർണ്ണമായിട്ടും യൂനസ് ഭരണകൂടത്തിന് എതിരെ തിരിഞ്ഞിരിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഉദ്യോഗസ്ഥരെ എളുപ്പത്തിൽ പിരിച്ചുവിടാൻ അനുവദിക്കുന്ന ഒരു സർവീസ് നിയമ ഭേദഗതി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ് യൂനസ്. ആ ഭേദഗതിക്കെതിരെയാണ് സർക്കാർ ജീവനക്കാർ ഇപ്പോൾ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. 4 ദിവസം കഴിഞ്ഞു പ്രക്ഷോഭം. പ്രക്ഷോഭം വളരെ വലിയ രൂക്ഷമായ പ്രതിസന്ധി ഭരണതലത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം സർക്കാർ ജീവനക്കാർ സ്തംഭിച്ചു കഴിഞ്ഞാൽ, അവർ പണിയൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ജോലി എടുക്കാതിരുന്നാൽ ഈ ഭരണയന്ത്രം നിലയ്ക്കും, അത് സ്തംഭിച്ചു പോകും, അത് നിശ്ചലമാകും. അതാണ് അവിടെ ബംഗ്ലാദേശിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ഇടക്കാല സർക്കാരിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. അങ്ങനെ ജീവനക്കാരെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അർദ്ധസൈനിക വിഭാഗത്തെ അവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്, വിന്യസിച്ചിരിക്കുകയാണ്. അവർ സെക്രട്ടേറിയറ്റിൻ്റെ സമുച്ചയത്തിൻ്റെയും ഒക്കെ ചുമതല, സുരക്ഷ ഒക്കെ അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് ആ മന്ത്രാലയങ്ങളടക്കം എല്ലാത്തിൻ്റെയും ഈ പ്രധാനപ്പെട്ട ഓഫീസുകളുടെ എല്ലാം നിയന്ത്രണം ഇപ്പോൾ ഈ അർദ്ധസൈനിക വിഭാഗം. ഈ ഷെയ്ഖ് ഹസീന അവിടെ നിന്നും അധികാരത്തിൽ നിന്നും മാറിയതിനു ശേഷം അവിടെ ഒരു കൃത്യമായ ഒരു ഭരണം നടക്കുന്നില്ലേ? വലിയ രീതിയിലുള്ള ഭരണ പ്രതിസന്ധി ഉണ്ട്. അങ്ങനെ ആരോ എല്ലാം ഭരിക്കുന്നു, ഏതോലും നേതാക്കൾ നിയന്ത്രിക്കുന്നു, കുറച്ച് ഭാഗങ്ങൾ സൈനികർ നിയന്ത്രിക്കുന്നു, കുറച്ച് ഭാഗം ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്നു, കുറച്ച് ഭാഗം യൂനിസിന്റെ അനുയായികൾ നിയന്ത്രിക്കുന്നു. അങ്ങനെ ആ രാജ്യം ഒരു പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുകയാണ്. അവർ വലിയ പ്രതിസന്ധിയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമുക്കറിയാം, ബംഗ്ലാദേശിൽ പണ്ടും ഭരണ അട്ടിമറികൾ നടന്നിരുന്നു. അത് ബംഗ്ലാദേശിന് പുത്തരിയല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യം സ്വതന്ത്രമായി ഈ 75 വർഷങ്ങൾ പിന്നിട്ടു. വളരെ കൃത്യമായിട്ട് ജനാധിപത്യം ഒരു സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്നു. ഇടയ്ക്ക് ഒരു അടിയന്തരാവസ്ഥ ഉണ്ടായെങ്കിൽ കൂടി ഭരണ അട്ടിമറി, ഒരിക്കലും ഒരു പട്ടാള അട്ടിമറി ഒന്നും നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് അനുഭവമില്ല. ഇവിടെ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ബംഗ്ലാദേശ് ജനതയ്ക്ക് ഈ ഭരണ അട്ടിമറി ഒരു പുതിയ കാര്യമല്ല. ഇപ്പോൾ ഷെയ്ഖ് ഹസീന പോയി മുഹമ്മദ് യൂനസ് വന്നത് ഇപ്പോൾ ഈ ആധുനിക കാലത്ത് സംഭവിച്ച, വർത്തമാനകാലത്ത് സംഭവിച്ച നിരവധി കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. മുമ്പും അവിടെ ഈ അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. പട്ടാളം ഭരണം പിടിച്ചെടുത്തു, പിന്നീട് അത് വീണ്ടും ജനാധിപത്യ രീതിയിൽ സർക്കാരുകൾ വന്നു, ഒക്കെ ശരിയാണ്. ഈ ചരിത്രം ബംഗ്ലാദേശിനുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ യൂനസ് ഒരു വഴിക്ക്, ഈ ഷെയ്ഖ് ഹസീനയുടെ അനുകൂലികൾ വേറൊരു വഴിക്ക്, ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ജമാഅത്ത് ഇസ്ലാമി വലിയ രീതിയിൽ അവിടെ കലാപവും സംഘർഷവുമായിട്ട് മറ്റൊരു ഭാഗത്ത് അവരാണ് ആ ഹിന്ദു വേട്ടയ്ക്കും അതുപോലെ ന്യൂനപക്ഷങ്ങളെ കൊല്ലുന്നതിനും കൊള്ളയടിക്കുന്നതിനും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിനും ഒക്കെ നേതൃത്വം കൊടുത്തത് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ്. ഇവിടെ അതുപോലെ തന്നെ ഈ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP അവരും ഒരു വഴിക്ക് പോകുന്നു.
അവിടെ ഒരു വാസ്തവം പറഞ്ഞാൽ ഈ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ ഒരു അന്തരീക്ഷം ബംഗ്ലാദേശിലില്ല. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടെന്ന് പറഞ്ഞതുപോലെ അധികാരം കയ്യിലിരിക്കുന്നവരെല്ലാം അവിടെ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂനസിൻ്റേതായ താല്പര്യങ്ങളാണ്. സൈന്യം യൂനസിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ വരുന്ന ഡിസംബറിന് മുമ്പ് അവിടെ തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ സർക്കാരിനെ അധികാരത്തിൽ കയറ്റാൻ യൂനസ് വേണ്ട നടപടികൾ സ്വീകരിക്കണം. പക്ഷേ യൂനസിന് അത് സമ്മതമല്ല. അയാൾ 2026 ആഗസ്റ്റോടുകൂടി തെരഞ്ഞെടുപ്പ് നടത്താം എന്നൊരു നിലപാടാണ് യൂനസിനുള്ളത്. അത് സൈന്യത്തിന് സമ്മതമല്ല. സൈന്യം പറയുന്നത് എത്രയും പെട്ടെന്ന് ജനാധിപത്യം പുനഃസ്ഥാപിക്കണം, ഇല്ലെങ്കിൽ ഇത് വലിയ കുഴപ്പങ്ങളിലേക്ക് പോകും. ശരിയാണ്, അവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ അവിടുന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്കാണ് ഏറ്റവും കൂടുതൽ തുണി കയറ്റുമതി ചെയ്തിരുന്നത്. അപ്പോൾ അത് നിലച്ചു. ഇന്ത്യ ആ തുണി എടുക്കുന്നില്ല. ഇന്ത്യ അത് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. അതുപോലെ ബംഗ്ലാദേശിലേക്ക് അരിയും മറ്റ് സാധനങ്ങളും മരുന്നുകൾ ഒക്കെ ഈ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് വലിയ തോതിൽ കൈയച്ച് സഹായിക്കുന്നത് ഭാരതമാണ്. അത് ഭാരതം നിർത്തിവെച്ചു. ബംഗ്ലാദേശിന് അതുപോലെ തന്നെ അവിടുത്തെ ഈ വൈദ്യുതി പ്രതിസന്ധി, ഊർജ പ്രതിസന്ധി അതും വളരെ കൂടുതലാണ്. അത് അദാനിയാണ് അവിടെ ഈ തെർമൽ പവർ പ്ലാന്റും മറ്റുമൊക്കെ നടത്തുന്നത്. അതുപോലെ സോളാർ പവർ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ വലിയ തോതിൽ വൈദ്യുതി കൊടുക്കുന്നത് അദാനിയാണ്. ആ വൈദ്യുതി വലിയ തോതിൽ കുടിശ്ശികയായിരിക്കുകയാണ്. ഇത് അദാനി അവിടുത്തെ കറണ്ട് കട്ട് ചെയ്യുന്ന ഈ വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്ക് വരെ പോയി. പിന്നെ അവസാനം അതെങ്ങനെയൊക്കെയോ കോംപ്രമൈസ് ചെയ്ത് ഞങ്ങൾ പണം ഉടനെ തരാം എന്നൊക്കെ പറഞ്ഞ് യൂനസ് ഭരണകൂടം അദാനിയുടെ കയ്യും കാലും ഒക്കെ പിടിച്ച് അത് വലിയ ചതിനും ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറ്റി. അങ്ങനെ ഈ ബംഗ്ലാദേശ് എല്ലാ അർത്ഥത്തിലും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പറയുന്നത് പോലെ ജീവനക്കാരെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാനുള്ള ഒരു പ്രത്യേക അധികാരം സർക്കാരിന്, ഭരണകൂടത്തിന് നൽകുന്നത്. അതിപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ അവിടെ ഒരു പട്ടാള അട്ടിമറി ഉണ്ടാകും എന്നതിനെ കുറിച്ചും ചർച്ച വരുന്നുണ്ടല്ലോ. അല്ല, അവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു പട്ടാള അട്ടിമറി ഉണ്ടാകേണ്ട ഒരു സാഹചര്യം വളരെ രൂക്ഷമായിരിക്കുകയാണ് അവിടെ. പക്ഷേ പട്ടാളമാണ് ഷെയ്ഖ് ഹസീനയെ മാറ്റിയിട്ട് യൂനസിനെ കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ പട്ടാളത്തിന് വേറെ നിവൃത്തിയില്ല, അവർ യൂനസിനെ മാറ്റിയിട്ട് മറ്റാരെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഇപ്പോൾ സംഭവം ഷെയ്ഖ് ഹസീനയെ, ജനാധിപത്യത്തെ അട്ടിമറിച്ച് അവിടെ ഭരണം പിടിച്ചെടുത്തത് പട്ടാളമാണ്. ഫലത്തിൽ പട്ടാളത്തിൻ്റെ കയ്യിലെ ഒരു കളിപ്പാവയാണ് വാസ്തവത്തിൽ യൂനസ്. പക്ഷേ യൂനസ് അതിനെ മറികടന്നുകൊണ്ട് വേറെ എന്തൊക്കെയോ ചെയ്യാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെയും അതുപോലെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ സഹായം തേടാൻ ഈ യൂനസ് ശ്രമിച്ചു. അവരുടെ സഹായം തേടി. പക്ഷേ പറയുന്നത് പോലെ അമേരിക്കയോ ചൈനയോ ഒന്നും അങ്ങനെ കൈവിട്ട് കളിക്കാനും ഇവരെ സഹായിക്കാനും ഇപ്പോൾ തയ്യാറല്ല. കാരണം മാറിയ ലോകക്രമത്തിൽ അത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒന്നും എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് വേണ്ട ഉദ്ദേശിക്കുന്ന സഹായം ഇവർക്ക് കിട്ടില്ല. പിന്നെ ഉള്ളത് നമ്മുടെ ഈ ജോർജ് സോറോസിൻ്റെ ഫൗണ്ടേഷനാണ്. ആ ഫൗണ്ടേഷൻ ഈ പറയുന്നത് പോലെ ഒരു വലിയ സഹായം ഇവർക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്, മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സോറോസിൻ്റെ മകൻ തന്നെ നേരിട്ട് ധാക്കയിൽ വന്ന് ഇയാളുമായിട്ട് സംസാരിച്ചു, യൂനസുമായിട്ട് സംസാരിച്ചു. പക്ഷേ ആ സഹായമൊന്നും വേണ്ട വിധത്തിൽ കൈ കിട്ടിയിട്ടില്ല. പണം കയ്യിലില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എല്ലാറ്റിനും പണം വേണമല്ലോ. പണം ഒരു വലിയ ഘടകമാണ്. അത് ഇപ്പോൾ അവിടെ ഇല്ല. പണമില്ല, അരിയില്ല, തുണിയില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ബംഗ്ലാദേശ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിൽ കൂന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ സർക്കാർ ജീവനക്കാരും പ്രക്ഷോഭം ആരംഭിച്ചതോടുകൂടി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കാരണം സർക്കാർ ജീവനക്കാർ വിചാരിച്ചാൽ ഭരണം സ്തംഭിപ്പിക്കാൻ സാധിക്കും, ഈ ഭരണയന്ത്രത്തെ നിശ്ചലമാക്കാൻ സാധിക്കും. അതാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചിരിക്കുന്നത്. 4 ദിവസമായിട്ട് അവിടെ ഭരണം നിലച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ അവസ്ഥയിൽ സൈന്യം എന്ത് ചെയ്യും? ഭരണം പിടിച്ചെടുക്കുമോ? യൂനസിനെ പുറത്താക്കി മറ്റൊരാളിനെ കൊണ്ടുവരുമോ? എന്താണ് സൈന്യത്തിൻ്റെ നീക്കം എന്ന് വളരെ ആശങ്കയോടെ എല്ലാവരും, ബംഗ്ലാദേശിൻ്റെ അയൽക്കാരുൾപ്പെടെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്.